പത്തനംതിട്ട അടൂർ പട്ടാഴിമുക്കിലെ വാഹനാപകടം മനഃപൂർവ്വമുണ്ടാക്കിയതെന്ന നിഗമനം. വിനോദയാത്ര കഴിഞ്ഞ് വരികയായിരുന്ന അനുജയെ ഹാഷിം കാറിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. അമിത വേഗതയിൽ കാർ ലോറിയിൽ ഇടിപ്പിച്ചതാണോ എന്ന സംശയമുള്ളതായി പോലീസ് പറയുന്നു. സഹപ്രവർത്തകർക്കൊപ്പം വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് അനൂജ സഞ്ചരിച്ചിരുന്ന വാഹനം ഹാഷിം തടഞ്ഞു നിർത്തിയത്. തുടർന്ന് അനുജയോട് ഇറങ്ങി വരാൻ ആവശ്യപ്പെട്ടു. ആദ്യം അനുജ വിസമ്മതിച്ചെങ്കിലും വാഹനത്തിലേക്ക് ഹാഷിം കയറിയതോടെ അനുജയും ഒപ്പം ഇറങ്ങിപ്പോവുകയായിരുന്നുവെന്ന് കൂടെയുണ്ടായിരുന്നവർ പറയുന്നു. ബന്ധുവാണെന്നാണ് അനുജ പറഞ്ഞിരുന്നത്. എന്നാൽ ഇരുവരും തമ്മിൽ കുറെ കാലമായി സൗഹൃദത്തിലാണെന്ന് പോലീസ് കണ്ടെത്തി. അതേസമയം വാഹനം അമിത വേഗതയിലാണ് ഓടിച്ചിരുന്നതെന്നും വാഹനത്തിനുള്ളിൽ വെച്ച് പിടിവലി നടന്നതായി സംശയിക്കുന്നുണ്ടെന്നും ദൃക്സാക്ഷി പറയുന്നു. എതിരെ വന്നിരുന്ന കണ്ടെയ്നറിലേക്ക് കാറ് ഓടിച്ചു കയറ്റി ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നും കണ്ടുനിന്നവർ വ്യക്തമാക്കുന്നു. ഹാഷിമിന്റെ കൂടെ പോയ അനുജ സഹപ്രവർത്തകരെ വിളിച്ച് തങ്ങൾ ജീവനൊടുക്കാൻ പോകുന്നതായി അറിയിച്ചിരുന്നതായും ദൃക്സാക്ഷികൾ ചൂണ്ടിക്കാട്ടി. ആഘാതത്തിന് ഈ ഫ്രണ്ടിലിരുന്ന കുട്ടി ബാക്കിലാണ്, ഈ ടീച്ചർ ബാക്കിൽ നിന്നാണ് ഞങ്ങൾ എടുക്കുന്നത്, അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ അടൂർ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് കൂടുതലുള്ള അധ്യാപകർ പറഞ്ഞത് ഇതുപോലെ അവർ വണ്ടി ബ്ലോക്ക് ചെയ്ത് വണ്ടി വിളിച്ചിറക്കുകയായിരുന്നു. ആദ്യം പറഞ്ഞ് ഇവരുടെ കൊച്ചത്തിൻ്റെ മോനാണ് പോയത്. പിന്നെ അത് കഴിഞ്ഞ് പൊക്കി കഴിഞ്ഞാൽ അവർ ഒരു ടീച്ചറിൻ്റെ ഫോണെ വിളിച്ചാൽ പറഞ്ഞെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോകണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു. നോർത്ത് GSSലെ അധ്യാപികയായ അനുജ വിവാഹിതയാണ്. ഹാഷിം വിവാഹമോചിതനുമാണ്. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.